Hello everyone, welcome to the new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ BEd പേപ്പറിലെ 3rd യൂണിറ്റ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് വാട്ട് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ആർ ദ തിയറീസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണ്, ആൻഡ് വാട്ട് ആർ ദ നേച്ചർ ഓഫ് ലീഡർഷിപ്പ്. ഇനി വേരിയസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്തൊക്കെയാണ്, ഈ ലീഡർഷിപ്പിന് നമുക്ക് എങ്ങനെ മെഷർമെന്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So we'll start the concept with what is the meaning of educational administration. എന്താണ് ഈ ഒരു കൺസെപ്റ്റ്? Okay, so educational administration is regarded as the process of integrating the appropriate human and material resources that are made available and made effective for achieving the purpose of a program of an educational institution. ഇത്ര നീളമുള്ള ഒരു ഡെഫിനിഷൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ ആവാം, കോളേജ് ആവാം, യൂണിവേഴ്സിറ്റീസ് ആവാം. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ അല്ല എങ്കിൽ അവർക്കൊരു ഗോൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു ഗോൾ ഉണ്ടായിരിക്കും അച്ചീവ് ചെയ്യാനുള്ള. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Okay, the term administration is like a broad umbrella encompassing a number of processes such as planning, organizing, directing, coordinating, controlling and evaluating the performance. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്. ഞാൻ അതേ പറയാം, ഇതൊരു സിംഗിൾ എൻറ്റിറ്റി അല്ല, ഒരു ബ്രോഡ് അംബ്രല്ല പോലെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു വൈഡ് കൺസെപ്റ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ പ്ലാനിങ് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓർഗനൈസിങ്, ഡയറക്റ്റ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക ഈ പെർഫോമൻസിനെ. ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. The concept of educational administration is applicable in case of an educational organization which has certain purposes and goals to fill. ഈ ഒരു educational administration എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എപ്പോഴാ ഫുൾഫിൽ ആവാന്ന് വെച്ചാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗോള് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായിട്ട് വ്യക്തമായിട്ടൊരു ടാർഗറ്റോ അല്ലെങ്കിൽ ഗോളോ ഉള്ള ഓർഗനൈസേഷൻസിലാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുള്ളത്. ദിസ് ഓർഗനൈസേഷൻ ക്യാൻ ബി എ സ്കൂൾ, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി. ഓർഗനൈസേഷൻ എന്ത് വേണമെങ്കിലും ആവാട്ടോ, സ്കൂൾ ആവാം, കോളേജ് ആവാം, യൂണിവേഴ്സിറ്റി ആവാം. ദ ഹെഡ് ഓഫ് ദ സ്കൂൾ ഓർഗനൈസസ് ദീസ് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് with cooperation with teachers, parents and students. ഈ സ്കൂളിന്റെ ഹെഡ് ആണ് ഇത്തരം പ്രോഗ്രാംസിനെ ഓർഗനൈസ് ചെയ്യുകയും ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ ആവശ്യമായിട്ട് ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും സ്റ്റുഡൻസിന്റെയും കോപ്പറേഷനും കൂടുമ്പോഴാണ് ആ ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആവുന്നത്. He or she evaluates the performance and progress in achieving the purpose of program. ഇനി ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിനു ശേഷം ആ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പ്രോഗ്രസ് എന്താ എന്നുള്ളത് ഈ ഒരു ഹെഡ് ഓഫ് ദ സ്കൂൾ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹി പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ദെൻ ആൻഡ് ബ്രിങ് മോഡിഫിക്കേഷൻ ഇഫ് റിക്വയർഡ് ഇൻ പ്ലാൻസ് ഓർ പ്രോഗ്രാംസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ ഒരു പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം വേണ്ട ആവശ്യമായിട്ട് ഫീഡ്ബാക്സ് അത് ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും പ്രൊവൈഡ് ചെയ്യും അല്ലെ. എങ്കിൽ മാത്രമേ അവിടെ ഫെർദർ മോഡിഫിക്കേഷൻ എന്തെങ്കിലും പ്ലാനിൽ ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും പിന്നെ അതിനുശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം ആ ഒരു സ്കൂളിലെ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ആയിരിക്കും.
സോ ഐ ഹോപ്പ് എന്താണ് ആ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഈ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ ഒരുപാട് എക്സ്പേർട്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സ്പേർട്സിന്റെ ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ വിൽ ഡിസ്കസ് വൺ ബൈ വൺ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ട് എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തത് എന്നുള്ളത് നോക്കാം. All those techniques and procedures employed in operating the educational organization in accordance with established policies is defined as administration. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ടെക്നിക്സും പ്രൊസീജിയേഴ്സും, അതായത് അവരുടെ എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു പോളിസിന്റെ ബേസ്ഡ് ആയിരിക്കും അല്ലെ. ആ ഒരു സ്കൂൾ റൺ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സർട്ടൻ പോളിസി ആയിരിക്കും, റൂൾസ് ആൻഡ് പോളിസീസ്. ഈ പോളിസീസിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്കൂളിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ടെക്നിക്സും നടന്നു വരാം. ഇങ്ങനെയാണ് ഗുഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു WM റിബിൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തെന്നുള്ളത് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഇസ് നോട്ട് പ്രൈമറിലി കൺസേൺ വിത്ത് അറേഞ്ച്മെന്റ്സ്, ടൈം ടേബിൾ, സ്കീം ഓഫ് സ്റ്റഡി, ടൈപ്പ് ഓഫ് ബിൽഡിംഗ് റെക്കോർഡ്സ് എക്സെട്ര, ബട്ട് ഇറ്റ് ഇസ് കൺസേൺ വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ വർക്ക് ആൻഡ് ദ ചിൽഡ്രൻ വിത്ത് ഹൂം വി വർക്ക്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് വെറുതെ ഒരു സ്കൂൾ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതോ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നതോ മാത്രമല്ല അല്ലെ. നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്, ആ ഒരു വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കുട്ടികളുമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് എന്നാണ് WM റിബിൻ സൂചിപ്പിച്ചിട്ടുള്ളത്. Next, according to Brooke Adams, administration has the capacity to coordinate many and often conflicting social energies in a single organism so adroitly that they shall operate as a unity. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. മിനി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പ്രോസസ് അല്ല, ഒരുപാട് കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളും എല്ലാം മേ ബി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ഇല്ലാതാക്കി ഒരു യൂണിറ്റി ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു LS ചന്ദ്രകാന്ത്, എന്താണ് LS ചന്ദ്രകാന്ത് ഡിഫൈൻ ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾദോ there is no single accepted definition of administration, there is general agreement that it is concerned with the dealing and coordinating of activities of group of people. ഒരിക്കലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിന് ഒരു സിംഗിൾ ഡെഫിനിഷൻ ഇല്ല എന്നാണ് ചന്ദ്രകാന്ത് പറയുന്നത്. എങ്കിലും എല്ലാവരും ജനറലി എഗ്രി ചെയ്ത ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നടത്തുന്ന പലതരം ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുകയും ഡീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് LS ചന്ദ്രകാന്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ദീസ് ഡെഫിനിഷൻസ് ആർ ക്ലിയർ ഫോർ യു. വളരെ ക്ലിയർ കട്ട് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. So we'll conclude what is administration again, making all efforts and agencies work together. എല്ലാ ഏജൻസീസിനെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ മെറ്റീരിയൽ റിസോഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ച് ഒരു ടുഗെദർനെസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അഡ്മിനിസ്ട്രേഷൻ. Next, assisting in the realization of aims and objectives of education. എന്താണോ എഡ്യൂക്കേഷന്റെ ഗോള് അല്ലെങ്കിൽ എന്താണോ എഡ്യൂക്കേഷന്റെ ടാർഗറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ അണ്ടറിലുള്ള എക്സ്പേർട്സിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുകയും അതിൽ അസിസ്റ്റിംഗ് ചെയ്യുന്നതുമാണ് അഡ്മിനിസ്ട്രേഷൻ. കൺസേൺ വിത്ത് ഡൈവേഴ്സ് ഹ്യൂമൻ ബീയിങ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പാരന്റ്സ്, പബ്ലിക് എക്സെട്ര. ഇനി ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഹ്യൂമൻ ബീയിങ്സിന്, അതായത് ഒരു ഡൈവേഴ്സ് ഹ്യൂമൻ ബീയിങ്സിനെ ഡീൽ ചെയ്യുന്നതാണ്. അതിൽ വരുന്നത് ടീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, സ്റ്റുഡൻസ് വരും, പാരന്റ്സ് വരും,
പബ്ലിക് സൊസൈറ്റീനെയും എല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഓവറോൾ ബ്രോഡ് കൺസെപ്റ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പ്രോസസ്, റാദർ ഡിഫറെന്റ് പ്രോസസ്സസ്. ദീസ് ഇൻക്ലൂഡ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ കൺസെപ്റ്റ് അല്ല, റാദർ അതിൽ ഒരുപാട് ഡിഫറെന്റ് പ്രോസസ്സ് വരും. ഫ്രം പ്ലാനിംഗ് ടു ഇവാലുവേഷൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇറ്റ് ഈസ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക്. ഒരിക്കലും ഒരു പ്രോഫിറ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അല്ല അഡ്മിനിസ്ട്രേഷൻ. ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആണ്. It's a social enterprise as it is more concerned with human resource than with material resource. കുറച്ചുകൂടെ സോഷ്യലി എല്ലാവരോടും കണക്ട് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. കാര്യം എന്താന്ന് വെച്ചാല് മെറ്റീരിയൽ റിസോഴ്സസിനെ ഡീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് മോർ ആൻ ആർട്ട് ദാൻ എ സയൻസ്. ഈ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ പറയാം ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ ഒരു ചായം കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഭംഗിയാവുന്നത്. ഇറ്റ്സ് എ കോംപ്ലെക്സ് അഫെയർ. ഒരുപാട് കാര്യങ്ങൾ തന്നെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ കൺസെപ്റ്റ് അല്ല. Okay, so I hope that is clear. Next, we are going to discuss what are the aims and objectives of educational administration. ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ട് അഥവാ ഗോളുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ്. കുട്ടികൾക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ഗോൾ. Next one, to ensure adequate utilization of all resources. അതായത് efficient planning is necessary for effective use of available resources like human, material and financial. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. റിസോഴ്സസ് എന്തൊക്കെയാവാം? ഹ്യൂമൻ റിസോഴ്സ് ആവാം, മെറ്റീരിയൽ റിസോഴ്സ് ആവാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവാം. സോ അവൈലബിൾ ആയിട്ടുള്ള ഈ റിസോഴ്സസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു നെക്സ്റ്റ് ഗോൾ. ടു എൻഷുർ പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എമംഗ് ടീച്ചേഴ്സ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എയിം അറ്റ് ഡെവലപ്പിംഗ് എ ഡിസയർ ഓഫ് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഫോർ ദെയർ ജോബ് എമംഗ് ടീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു കമ്മിറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എല്ലാ തരത്തിലും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ അഡ്മിനിസ്ട്രേഷന് സാധിക്കണം. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ അവർ ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ട് വേണം അല്ലെ, ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ അവർക്ക് സാധിക്കണം. ഫുള്ളി വർക്കിലോട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനായിട്ട് ടീച്ചേഴ്സിനെ അങ്ങേയറ്റം മോട്ടിവേറ്റ് ചെയ്യേണ്ടതും അവർക്ക് അതിന്റെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും സപ്പോർട്ട് കൊടുക്കേണ്ടതും എല്ലാം അഡ്മിനിസ്ട്രേഷൻ ആണ്. നെക്സ്റ്റ്, ടു ഓർഗനൈസ് വെറൈറ്റി ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതായത് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും എല്ലാം എൻഷുവർ ചെയ്ത് പലതരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊണ്ടുവരേണ്ടതും ഓർഗനൈസ് ചെയ്യേണ്ടതും ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. ടു ട്രെയിൻ ദ സ്റ്റുഡൻസ് ഇൻ ഡെവലപ്പിംഗ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. കുട്ടികളിൽ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ടെമ്പർ കൊണ്ടുവരാൻ സാധിക്കണം അല്ലെ, അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സയൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫാക്ട് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ട്രൂത്ത് എന്നൊക്കെ പറയൂല്ലേ, ഒരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എപ്പോഴും വൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും കുട്ടികളിൽ കൊണ്ടുവരാൻ സാധിക്കണം. ടു ഗെറ്റ് ദ വർക്ക് ഡൺ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഏറ്റവും നല്ല ഒരു വർക്ക് അത് വളരെ എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഒരു അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഏതൊക്കെ ലെവൽസിലാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രീ പ്രൈമറി ഓർ ഇപ്പൊ സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് കിൻഡർ ഗാർഡൻ തൊട്ട് അല്ലെ, നമ്മുടെ പ്രീ KG എന്നെല്ലാം പറയും, ആ ഒരു കിൻഡർ ഗാർഡൻ ലെവൽ തൊട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ, ഹൈസ്കൂൾ ഓർ സെക്കൻഡറി എഡ്യൂക്കേഷൻ,
ഹയർ സെക്കൻഡറി, ഇനി അത് കഴിഞ്ഞാൽ ടേഴ്സറി എഡ്യൂക്കേഷൻ, ഇനി സ്കൂളിന്റെ അപ്പുറവും അല്ലെ, എല്ലാ മേഖലയിലും ഈ ഒരു അഡ്മിനിസ്ട്രേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഒരിക്കലും ഒരു ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഇറ്റ് കവേഴ്സ് ഓൾ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ സച്ച് ആസ് ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസൈഡ് ദ സ്കൂൾ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ആണ്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സ്കൂളിൽ നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ, ഇത് ട്രെയിനിങ്സ് ആവാം, ഓക്കെ, അതെല്ലാം നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻസ്. സ്പെഷ്യൽ ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ചെയ്യുന്ന എഡ്യൂക്കേഷൻ. പിന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സസ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഈ കംപ്ലീറ്റ് എല്ലാ എഡ്യൂക്കേഷണൽ ഫോംസിലും അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് മാനേജ്മെന്റ്. ഇനി അഡ്മിനിസ്ട്രേഷനിൽ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട് കേട്ടോ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡെമോക്രാറ്റിക് ആൻഡ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റിക് ആൻഡ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ? നെക്സ്റ്റ് വൺ, നോമിനൽ ആൻഡ് റിയൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിന്റെ ഡിഫറൻസ് നോക്കും. ഇറ്റ് കവേഴ്സ് ഫോളോയിങ് ആസ്പെക്ട്സ് റിലേറ്റിംഗ് ടു മാനേജ്മെന്റ്. ഇനി നമ്മൾ പറഞ്ഞു പ്ലാനിങ് തൊട്ട് ഇവാലുവേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നതാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ് തൊട്ട് ഇവാലുവേഷൻ വരെയുള്ള ഈ ഒരു എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ടേക്സ് പ്ലേസ് അറ്റ് വേരിയസ് ലെവൽസ്. ഇനി സ്കൂൾ തന്നെ പല ലെവൽസിലുണ്ട് അല്ലെ. ഡിസ്ട്രിക്ട് ലെവലില്, ബ്ലോക്ക് ലെവലില്, സ്റ്റേറ്റ് ലെവലില്, സെൻട്രൽ ലെവലില്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലില്, പല ടൈപ്പ് ഓഫ് ലെവൽസ് ഉണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഈ എല്ലാ ലെവൽസിലും ടേക്ക് പാർട്ട് ചെയ്യുന്നതാണ്. അത് ഫ്രം എ ബ്ലോക്ക് ലെവൽ ടു സെൻട്രൽ ലെവൽ, എല്ലാ തലങ്ങളിലും അഡ്മിനിസ്ട്രേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വൈഡ് കൺസെപ്റ്റ് ആണ്, അത് ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ സമ്മറൈസ് ചെയ്യാണ്. ഡിസൈഡ്സ് ദ പർപ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അത് ഡിസൈഡ് ചെയ്യും. പ്ലാനിംഗ് ഫോർ അക്കാഡമിക് ഓർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ, അത് തൊട്ട് കോ കരിക്കുലർ ആയിട്ടുള്ള സ്പോർട്സ്, ആർട്സ് ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്യും. പ്രിപ്പയറിംഗ് ടൈം ടേബിൾ ആൻഡ് ടൈം ഷെഡ്യൂൾ ഫോർ ആക്ടിവിറ്റീസ്. ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ ഷെഡ്യൂളിൽ നടത്തണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്യും. അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും അസൈൻ ചെയ്യും. ഓർഗനൈസിംഗ് പ്രോഗ്രാംസ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ സ്റ്റാഫ്. ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുകയും സ്റ്റാഫ്സിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് ആൻഡ് ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യും. മെയിൻറ്റെയിനിങ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ, മാനേജിങ് ഫിനാൻസ് എക്സെട്ര. നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടെ അല്ലേ നടക്കുന്നതെന്നുള്ളത് ഡിസൈഡ് ചെയ്യും. അത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യും. ഫിനാൻസ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. സോ ഇറ്റ്സ് എ വെരി ബ്രോഡ് കൺസെപ്റ്റ്. ഇനി സിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് അഡ്മിനിസ്ട്രേഷനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് എഡ്യൂക്കേഷണൽ പേർപ്പസ്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷന്റെ പേർപ്പസ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. പ്രൊവിഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ഒരാളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആ ഒരു കുട്ടിയിൽ കാണണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. ലേയിങ് ഡൗൺ പ്രൊസീജിയേഴ്സ്, അവരുടെ റൂൾസ് ആൻഡ് പോളിസീസ്, സ്കൂൾസിന്റെ റൂൾസ് ആൻഡ് പോളിസീസ് പ്രകാരം എല്ലാ പ്രൊസീജിയേഴ്സിനും ലേ ഡൗൺ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഡിസൈഡിങ് അബൌട്ട് ദ നേച്ചർ ഓഫ് എയിംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് അവർക്കുണ്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ആൻഡ് ഡിസൈഡിങ് അബൌട്ട് ദ മെക്കാനിസം, എങ്ങനെ ഈ ഒരു സ്കൂൾ റൺ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുത്തെ വർക്ക് ഏതൊരു ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കണം, ഇത്തരം മെക്കാനിസം കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ.
സോ ഐ ഹോപ്പ് ഈ ഒരു മീനിങ്, ഡെഫിനിഷൻ, സ്കോപ്പ്, നേച്ചർ ഇത്തരം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കടക്കുന്നത്, ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇനി അഡ്മിനിസ്ട്രേഷനെ പല ടൈപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് decentralized administration. So what is centralized administration? In small states and under dictatorial rule, the administration will be directed from the ടോപ്പ്. അതായത് ഈ വളരെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ അല്ലെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും ടോപ്പ് ബോർഡിൽ നിന്നും വരുന്ന ഒരു റൂളാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ പവർ ഇസ് വീൽഡഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ എ സ്മോൾ ഗ്രൂപ്പ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ടീം ആയിരിക്കും. ഇവിടെ പവർ വരുന്നത് അവരിൽ നിന്നായിരിക്കും. ഐ നോ എവറിത്തിങ് ആൻഡ് ഡു ആസ് യു ആർ ഡയറക്റ്റഡ് വിൽ ബി ദ പ്രിവൈലിംഗ് സിറ്റുവേഷൻ. ഇവിടെ നമ്മുടെ ടോപ്പ് അതോറിറ്റിയിലുള്ള ആളുകൾ എന്താണോ പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഐ നോ എവറിത്തിങ്, എനിക്കെല്ലാം അറിയാം, ആൻഡ് യു ഹാവ് ടു ഡു ആസ് യു ആർ ഡയറക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത്തരം ഒരു 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 ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പവർ ആയിട്ടുള്ള ഒരു കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് ഇസ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ? ഓപ്റ്റഡ് ഇൻ ലാർജർ കൺട്രീസ്. ഒരുപാട് കൺട്രീസിൽ കൂടുതലായിട്ടും ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് മേ ബി എ ഫെഡറൽ ടൈപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ സ്റ്റേറ്റ്സ് ആൻഡ് പവേഴ്സ്. ഇവിടെ ഒരുപാട് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് പവേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റുകളിലാണ് ഇത്തരം അഡ്മിനിസ്ട്രേഷൻസ് ഫോളോ ചെയ്യുന്നത്. മോഡേൺ ഡെമോക്രസീസ് ഹാവ് ഓപ്റ്റഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ. ഈ ഡീസെൻട്രലൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ആയിട്ട് സബോർഡിനേറ്റ്സിനും ആ ഒരു പവർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ എല്ലാ പവറും ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഡയറക്ടറി ആണ് വരിക, ബാക്കിയുള്ളവർ അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി നെക്സ്റ്റ് കമ്പാരിസൺ ആണ് ഡെമോക്രാറ്റിക് ആൻഡ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഹാവ് ദ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആളുകൾക്ക്, അതായത് സബോർഡിനേറ്റ്സിന് എല്ലാ തരത്തിലുള്ള പവറും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നതാണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഓൾ ലെവൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ടുഗെദർ. ഇവിടെ ഈ അഡ്മിനിസ്ട്രേഷന്റെ പല ലെവൽസ് ഉണ്ടായിരിക്കും അല്ലെ, ഇവർക്ക് ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഉണ്ടായിരിക്കും. ഇതിൽ വരുന്ന ഇപ്പൊ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഡിസിഷൻസ് ആർ മെയ്ഡ് വിത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ടീം വർക്ക്. എന്തൊരു പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിലും അത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും അവിടെ ഡിസിഷൻസ് എല്ലാം ഒരു ഗ്രൂപ്പ് വർക്ക് ആണ്, ടീമായിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. ലീഡേഴ്സ് ഹെൽപ്പ് അതേഴ്സ് ഗ്രോ ആൻഡ് ഷെയർ ഐഡിയാസ്. ഇവിടെ ഒരു ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് പവർ കാറ്റഗറിയിലുള്ള ആളുകൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ സബോർഡിനേറ്റ്സിനെ ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ടീച്ചേഴ്സിന്റെ ഐഡിയാസ് കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ഫെയർനെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. നന്മയുടെ കൂടെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ താഴെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഈക്വൽ കെയർ ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. സോ എന്തായിരിക്കും ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. വൺ പേഴ്സൺ ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഹാസ് ഓൾ ദ പവർ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പോ ആയിരിക്കും എല്ലാ പവറും ഹാൻഡിൽ ചെയ്യുന്നത്. പീപ്പിൾ മസ്റ്റ് ഒബേ വിത്തൗട്ട് ക്വസ്റ്റ്യനിങ്. നമ്മളൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവകാശം അവിടെ ഉണ്ടായിരിക്കില്ല. വിത്തൗട്ട് ആസ്കിങ് എനിത്തിങ്, അവരെന്താണോ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുക എന്നുള്ളതാണ്. നോ ഫ്രീഡം ഫോർ അതേഴ്സ് ടു ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഫ്രീഡമും ഉണ്ടായിരിക്കില്ല. all the decisions and power will be taken by the topmost authority ആയിരിക്കും. നമുക്ക് അതിലൊന്നും പറയാനോ ടേക്ക് പാർട്ട് ചെയ്യാനോ ഉള്ള ഒരു അവകാശം ഇല്ല. ഇറ്റ്സ് ഹാഷ് ആൻഡ് സ്ട്രിക്റ്റ്. കുറച്ച് ഹാഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത്. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഇവിടെ. ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീ
ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആയിരിക്കില്ല. അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ദ സ്റ്റൈൽ ഇസ് ബിക്കമിങ് ലെസ് കോമൺ. ഇത് നമ്മുടെ കറന്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ വളരെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല, അല്ലെ? ആർക്കും അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. സോ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ അധികം എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് കാണാൻ കഴിയുക. അത്തരം അഡ്മിനിസ്ട്രേഷൻസിൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. വർക്ക് നമുക്ക് അത്രയും ഒരു 100% ഡെഡിക്കേഷനിലൂടെ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. സോ ഐ ഹോപ്പ് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേസസ് ഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇവിടെ ലേസസ് അല്ലെങ്കിൽ ലേസിനെസ് ഇവിടെ തന്നെ ആ ഒരു വേർഡിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നോ സ്ട്രിക്ട് റൂൾസ് ഓർ കൺട്രോൾ. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒരു തരത്തിലുള്ള കൺട്രോളിങ്ങോ ടോപ്പ് മോസ്റ്റ് അതോറിറ്റീനെ കയ്യിൽ നിന്ന് ഉണ്ടായിരിക്കില്ല. ലീഡേഴ്സ് ഡോണ്ട് മാനേജ് ഡയറക്ട്ലി. ലീഡേഴ്സ് ഒരിക്കലും ഒരു കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതല്ല. ബാക്കി വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കംപ്ലീറ്റ് പവറും ആ ഒരു ഫ്രീഡമും കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റൈൽ ഗീവ്സ് ഫുൾ ഫ്രീഡം, ഓൺലി ഗുഡ് ഫോർ റെസ്പോൺസിബിൾ ആൻഡ് സ്കിൽഡ് ഗ്രൂപ്പ്സ്. പക്ഷെ ഈ ഒരു ലേസസ് ഫെയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ അത്രയും വളരെ ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ലേസസ് ഫെയർ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ ലേസസ് ഫെയറിൽ. അത്രയാണ് കേട്ടോ നമുക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് പറയാനുള്ള. നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഇവിടെ ചെയ്യാനുണ്ട്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനും ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാന്നുള്ളത്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഡിസിഷൻസ് ആർ മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാഫ് ഒപ്പീനിയൻസ്. അതായത് സ്റ്റാഫിന് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അവകാശമുണ്ട്. ഓട്ടോക്രാറ്റിക് ആണെങ്കിൽ ദ ലീഡർ അലോൺ വിൽ ടേക്ക് ഓൾ ദ ഡിസിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ദ ലീഡർ ഇസ് ഈക്വൽ ടു അതേഴ്സ് ബട്ട് ടേക്സ് ദ ലീഡ്. ഇവ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ ലീഡർ എന്ന് പറയുന്ന ആളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻറ്റിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ല. ലീഡർ നമ്മുടെ സ്റ്റാഫ്സിന്റെ കൂടെ തന്നെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ലീഡർ എന്ന് പറയുന്നത്. പക്ഷെ ഓട്ടോക്രാറ്റിക്കൽ അങ്ങനെയല്ല. ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സുപ്പീരിയർ പവർ ആയിട്ട് തന്നെ അവിടെ നിലകൊള്ളുന്നതായിരിക്കും. നെക്സ്റ്റ്, ഓൾ പ്ലാനിങ് ആൻഡ് ചെക്കിംഗ് ആർ ഡൺ ഓപ്പൺലി. ഇവിടെ എല്ലാ പ്ലാനിങ്സും ഓർഗനൈസിങ്ങും എല്ലാം ഓപ്പൺ ആയിട്ട് വളരെ എന്താ പറയാ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് ഫുൾ ഡിസ്കഷനിലൂടെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഓട്ടോക്രാറ്റിക്കൽ അങ്ങനെയല്ല. പ്ലാൻസ് ആൻഡ് ആക്ഷൻസ് ആർ കെപ്റ്റ് സീക്രട്ട്. എല്ലാ പ്ലാൻസും ആക്ഷൻസും എല്ലാം സീക്രട്ട് ആയിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സബോർഡിനേറ്റ്സുമായിട്ട് ഡിസ്കഷൻസ് വരുള്ളൂ. നെക്സ്റ്റ്, ഗുഡ് വർക്ക് ബൈ സ്റ്റാഫ് ഇസ് നോട്ടീസ്ഡ് ആൻഡ് റിവാർഡഡ്. ഡെമോക്രാറ്റിക്കിൽ വരുന്നതാണ് കേട്ടോ. സ്റ്റാഫ്സിന്റെ വർക്കിനെ എല്ലാം എന്താ പറയാ റിവാർഡ് ചെയ്യുകയും അതിനെ നോട്ടീസ് ചെയ്യുകയും എല്ലാം ചെയ്യും. പക്ഷെ ഓട്ടോക്രാറ്റിക്കൽ അങ്ങനെയല്ല. ഇനി ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്സ് ആണെങ്കിൽ പോലും അവരുടെ വർക്ക് അൺറെക്കഗ്നൈസ്ഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെമോക്രാറ്റിക്കില് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ഷെയർ വിത്ത് അതേഴ്സ്. അല്ലെ, നമ്മള് സ്റ്റാഫ്സിന് എല്ലാ പവറും റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഓട്ടോക്രാറ്റിക്കിൽ അങ്ങനെയല്ല. ലീഡറിനായിരിക്കും അൾട്ടിമേറ്റ്ലി എല്ലാ പവറും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഡെമോക്രാറ്റിക്കിൽ ആണെങ്കിൽ സ്റ്റുഡന്റ് വ്യൂസ് ആർ ഓൾസോ കൺസിഡേർഡ്. പക്ഷെ ഓട്ടോക്രാറ്റിക്കിൽ സ്റ്റുഡൻസിന്റെ വ്യൂസ് ഒന്നും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ലീഡർ ആയിരിക്കും അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത്. നെക്സ്റ്റ്, ടീം സ്പിരിറ്റ് വിൽ പ്രിവെയിൽ. ഈ ഒരു ഡെമോക്രാറ്റിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ഇത്തരം ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ആ ഒരു ടീം വർക്കിൽ എപ്പോഴും വിസിബിൾ ആയിരിക്കും. ആ ഒരു ടീം സ്പിരിറ്റ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഓട്ടോക്രാറ്റിക്കിൽ അങ്ങനെയല്ല. ഇതൊരു ഒരു ഒരു സുപ്പീരിയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചേഴ്സിന് ഒരിക്കലും ആ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഫീൽ ചെയ്യില്ല. ഒരു ഒബീഡിയൻസ് ആണ് എപ്പോഴും ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. Next, last point, innovations and creativity are encouraged in democratic administration. അല്ലെ, എന്ത് ടൈപ്പ് ഓഫ് ഇന്നോവേഷൻസ് ആണെങ്കിലും ടീച്ചേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി സൈഡ് ആണെങ്കിലും അവരുടെ ഐഡിയാസ് ആൻഡ് സജഷൻസ് എല്ലാ കാര്യങ്ങളും എൻകറേജ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഓട്ടോക്രാറ്റിക്കൽ അങ്ങനെയല്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടിച്ചേൽപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് കേട്ടോ. സോ ഐ ഹോപ്പ് ഈ ഒരു
ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെമോക്രാറ്റിക് ആൻഡ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ നമ്മൾ പറഞ്ഞ ലേസസ് ഫെയർ അഡ്മിനിസ്ട്രേഷനും കൂടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. Okay, so we are moving to the next section. Next, what are the functions of educational administration? നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് അല്ലെ, പ്ലാനിങ് തൊട്ട് ഓർഗനൈസിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ഇവാലുവേഷൻ, ഇതെല്ലാം അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഈ ഫങ്ഷൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്ന് ചെക്ക് ചെയ്താലോ. ഫസ്റ്റ് വരുന്നതാണ് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ വരിക? നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് തൊട്ട് അല്ലെ, നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ്, ഒരു ഗോൾ ഉണ്ടായിരിക്കും അല്ലെ ഒരു അഡ്മിനിസ്ട്രേഷന്. ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് തൊട്ട് അത് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും എല്ലാം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലാണ്. ഇൻ ദ പ്ലാൻ, പ്രയോറിറ്റീസ് ആർ ലിസ്റ്റഡ്, ടാർഗറ്റ്സ് ആർ ഫിക്സ്ഡ് ആൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഔട്ട്ലൈൻ. ഈ ഒരു പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്തൊക്കെയാണ്, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ആദ്യം തന്നെ ഫിക്സ് ചെയ്യും. അതിന് വേണ്ട പ്ലാൻ ഓഫ് ആക്ഷൻ പിന്നീട് ഔട്ട്ലൈൻ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, റിസോഴ്സസ് നീഡഡ് ആർ ഓൾസോ കെയർഫുള്ളി കൺസിഡേർഡ് ടു ഇംപ്ലിമെന്റ് ദ പ്ലാൻ. ഇനി ഈ ഒരു ടാർഗറ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാലെ, ഈ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് അത് അവൈലബിൾ ആക്കണ്ടേ, അതും കൂടെ പ്ലാനിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ കയ്യിൽ പ്ലാൻ ആയി കേട്ടോ, ഇനി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പോവാണ്. പ്രൊവൈഡിങ് ദ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എംപ്ലോയിങ് ദ സ്യൂട്ടബിൾ പേഴ്സൺ ഇൻ അഡിക്വേറ്റ് നമ്പർ. നമ്മുടെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ആക്കണം അല്ലെ, അത് കമ്പൽസറി ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു സിസ്റ്റം റൺ ചെയ്യാനായിട്ടുള്ള സ്യൂട്ടബിൾ പേഴ്സൺസിനെ എംപ്ലോയ്, അതായത് അവരെ ഹയർ ചെയ്യുക. എത്രയാണോ ആവശ്യമായിട്ടുള്ള നമ്പർ, ആ ഒരു അഡിക്വേറ്റ് നമ്പറിൽ റൈറ്റ് പേഴ്സൺസിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിംഗിൽ വരുന്നത്. നെക്സ്റ്റ്, ഡയറക്റ്റിംഗ്. ഇനി എന്ത് ചെയ്യുക? നല്ലൊരു ഡയറക്ഷൻ കൊടുക്കുക അല്ലെ. ഗെറ്റിംഗ് ദ വർക്ക്സ് ഡൺ ത്രൂ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓർഡേഴ്സ്. ഇൻസ്ട്രക്ഷനിലൂടെയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയും വർക്ക്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നില്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ദർ ഷുഡ് ബി എ പ്രോപ്പർ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഗെറ്റിംഗ് ദ വർക്ക് ഡൺ. ഇനി ഒരു വർക്ക് നടക്കണമെങ്കിൽ ത്രൂ ഔട്ട് എന്താണ്, ഒരു സൂപ്പർവിഷൻ വേണം അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാഫ്സിനെ ഗൈഡ് ചെയ്യണം, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ദ എയിം ഈസ് ടു സീ ദ വർക്ക് ഇസ് ഡൺ അക്കോർഡിംഗ് ടു പോളിസീസ്. അതായത് നമ്മുടെ പോളിസി, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ സ്കൂളിന്റെ പോളിസീസ് പ്രകാരമാണോ എല്ലാ കാര്യങ്ങളും നടക്കുന്നേ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് ഡയറക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ്, കോർഡിനേഷൻ അല്ലെ. ഇനി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണ്ടേ, ഇതെല്ലാം പ്ലാൻ ആയി ഓർഗനൈസ് ചെയ്തു ഡയറക്ട് ചെയ്തു, ഇതിനൊന്നും ഒരു കോർഡിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ സിസ്റ്റം റൺ ചെയ്യാം അല്ലെ. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അവിടെ പേഴ്സൺസ് വരും, മെറ്റീരിയൽസ് വരും, ഐഡിയാസ് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഇന്റർ കണക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ടാർഗറ്റിലോട്ട് എത്താൻ പറ്റുക. സോ കോർഡിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ ഹാർമണി എമംഗ് എംപ്ലോയീസ്. നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഇടയിൽ നല്ലൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യണ്ടേ, നല്ലൊരു ഹാർമണി, ഒരു ടീം വർക്ക് എൻഷുർ ചെയ്യണ്ടേ, അത് അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. Materials should be judicially managed and made available at the right time. നമ്മുടെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മുടെ സ്കൂൾ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് മെറ്റീരിയൽസും എന്താണ് അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. അത് റൈറ്റ് ടൈമിൽ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അവൈലബിൾ ആയിട്ട് കാര്യമുണ്ടോ? റൈറ്റ് ടൈമിൽ റൈറ്റ് മെറ്റീരിയൽസിനെ അവൈലബിൾ ആക്കി കൊടുക്കുമ്പോഴാണ് സിസ്റ്റം വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ, കൺട്രോളിങ്. എന്തൊക്കെയാണ് കൺട്രോളിംഗിൽ വരുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യണ്ടേ, എന്നാലല്ലേ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കണം. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഈച്ച് ആൻഡ് എവറി ഡേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ, ടീച്ചേഴ്സിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട ഫീഡ്ബാക്കും ഗൈഡൻസും മോട്ടിവേഷനും കറക്ഷൻസും എല്ലാം കൊടുക്കേണ്ടി വരും അല്ലെ. ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ നൽകേണ്ട കാര്യമാണ്.
Performance of the staff should be observed and incentives and disincentives may be used as the occasion demand. ഇനി സ്റ്റാഫ്സിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുകയും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാഫ്സിന് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് ഒരു മോട്ടിവേഷൻ എല്ലാം ഉണ്ടാവുക. ഇനി മേ ബി ഇൻ സം കേസസ് ഡിസ്ഇൻസെന്റീവ്സും കൊടുക്കേണ്ടി വരും പല കാര്യങ്ങളിലും അല്ലെ. അപ്പൊ അതെല്ലാം ഒക്കേഷൻ അനുസരിച്ചിട്ട് തീരുമാനിക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇതാണ് കൺട്രോളിംഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇവാലുവേഷൻ. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എത്തിയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ഫ്യൂച്ചറിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സോ ഓൾ പ്ലാൻസ്, സ്കീംസ്, programs have to be evaluated in comparing with the target set during planning to assess their success or failure. നമ്മൾ ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്തിരുന്ന പ്ലാന്, നമ്മൾ ടാർഗറ്റിലോട്ട് എത്താനുള്ള പ്ലാന് അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, നമ്മുടെ പ്രോഗ്രാംസിനെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിലോട്ട് നമ്മൾ എത്തിയോ എന്നുള്ളത് നമ്മൾ സക്സസ്ഫുള്ളി അതൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമല്ലേ നമ്മുടെ പ്ലാൻ ഓക്കെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ ഭാവിയിൽ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവാലുവേഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു സക്സസ് ആണോ അല്ലെങ്കിൽ ഇതൊരു ഫെയിലർ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇവാലുവേഷൻ ഹെൽപ്സ് ഓൺ മേക്കിംഗ് ഫ്യൂച്ചർ പ്ലാൻസ് മോർ റിയലിസ്റ്റിക്. നമുക്ക് ഭാവിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള പല പ്ലാനിങ്സും പല പ്രോഗ്രാംസും അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ ഇവാലുവേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഫ്യൂച്ചറിൽ നമ്മൾ വേറെ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഓരോ ടാർഗറ്റും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകുമ്പോഴും അത് ഇവാലുവേറ്റ് ചെയ്യണം, അത് സക്സസ്ഫുൾ ആയിരുന്നോ എന്നുള്ളത്. ഈ ഇവാലുവേഷനിൽ എന്തൊക്കെയാ വരുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ഓഫ് ദ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാമിൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു. പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റാഫ്, നമ്മുടെ സ്റ്റാഫ് എത്രത്തോളം പെർഫോം ചെയ്തു അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻറ് അച്ചീവ്മെന്റ്, നമ്മുടെ കുട്ടികളിൽ എത്രത്തോളം അച്ചീവ്മെന്റ് ഉണ്ട്, അവർക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം മോർ റിയലിസ്റ്റിക് ആക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫസ്റ്റ് സെഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിന്റെ വളരെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കമ്മിങ് അണ്ടർ അഡ്മിനിസ്ട്രേഷൻ, വേരിയസ് ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ബാക്കി ഈ ഒരു ചാപ്റ്ററിന്റെ നെക്സ്റ്റ് സെഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരേക്കും താങ്ക് യു ഫോർ എവ്രി വൺ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ.